ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ, അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയ യാതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. മോളെ, ഇതൊരു സന്തോഷ സൂചനയാണല്ലോ. അപ്പോൾ നയന പറഞ്ഞു, എന്താ ഗുരുദേവ, എനിക്ക് മനസ്സിലായില്ല. ഇതേ മാലയായിരുന്നു നിങ്ങളുടെ ഇളയ സഹോദരിക്ക് അമ്മ ചെറുപ്പത്തിൽ കൊടുത്തത്. അതിൻ്റെ അർത്ഥം നിങ്ങളെ സഹായിക്കാൻ വന്ന ആ നാഗം നിങ്ങളുടെ ഇളയ സഹോദരി തന്നെയാണ്. ചെറുപ്പത്തിൽ നിങ്ങളുടെ അരികിൽ നിന്നും കാണാതായ അതേ സഹോദരി. വിറക്കുന്ന ചുണ്ടുകളാൽ നയന പറഞ്ഞു, ഗുരുദേവ, ഇത് സത്യമാണോ? അതെ നയനെ, ഇത് തന്നെയാണ് സത്യം. ഈ മാല അവിടെ നിന്നാണ് കിട്ടിയിരുന്നെങ്കിൽ ഇത് ഉറപ്പായിട്ടും ആ നാഗത്തിൻ്റെയാണ്. ആ നാഗം നിന്റെ ഇളയ സഹോദരി തന്നെയാണ്. ഗുരുദേവ, ആ നാഗം ആരാണെന്ന് എങ്ങനെ ഇപ്പോൾ മനസ്സിലാക്കുക? ഗുരുദേവൻ്റെ ജ്ഞാന ദൃഷ്ടിയിൽ ആ നാഗം ആരാണെന്ന് ഒന്ന് കണ്ടുപിടിച്ച് തരാൻ കഴിയുമോ? അപ്പോൾ ഗുരുദേവൻ പറഞ്ഞു, ഒരിക്കലുമില്ല നയനെ. അത് ഞാൻ ഒരു പ്രാവശ്യം ശ്രമിച്ചതാണ്. പക്ഷേ അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എനിക്കൊരു തെളിവ് മാത്രം കിട്ടുള്ളൂ. ആ നാഗം പൗർണമിപുരത്തിലാണ് ജീവിക്കുന്നത്. നീ അവിടെ ഉള്ളതുകൊണ്ട് നിനക്ക് ആ നാഗം ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ശിവഭഗവാന്റെ തീരുമാനം നിങ്ങൾ ഇപ്പോൾ നേരിട്ട് കാണണ്ട എന്നായിരിക്കും. സമയമാകുമ്പോൾ തന്നെ ശിവഭഗവാൻ നിങ്ങളെ ഒന്നിപ്പിക്കുകയും ചെയ്യും. ശരി ഗുരുദേവ, ഞാൻ പൗർണമിപുരത്തേക്ക് പോട്ടെ. ഞാൻ നാളെ രാവിലെ തന്നെ വരാം. ശരി മോളെ, പോയിട്ട് വരും. നയന അവിടെ നിന്നിറങ്ങിയപ്പോൾ സുവർണ പറഞ്ഞു, നയനെ, നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ട. നിനക്ക് നിന്റെ അനിയത്തി ഉറപ്പായിട്ടും ലഭിക്കും. നീ ആ വീട്ടിലുള്ളത് കൊണ്ട് നിനക്ക് ആ നാഗം ആരാണെന്ന് കണ്ടുപിടിക്കാനും കഴിയും. നീ ശ്രമിച്ചാൽ മതി. ശരി സുവർണേ, ഞാൻ പോകുന്നു. ഞാൻ നാളെ വരാം. ശരി, പോയിട്ട് വാ. കുറച്ച് കഴിഞ്ഞപ്പോൾ പൗർണമിപുരത്തിൽ ജ്യോതി എത്തി. ജ്യോതി സ്വയമേ പറഞ്ഞു, നയനക്ക് ആപത്തുകളാണല്ലോ. എന്താണ് ഈ സംഭവിക്കുന്നത്? അവർക്ക് നാഗരത്നം കിട്ടിയില്ലേ? പിന്നെന്തിനാണ് അവരിവിടെ നിൽക്കുന്നത്? ഞാൻ കരുതിയത് അവർ നാഗരത്നം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ വീട്ടിൽ വന്നതെന്നാണ്. പക്ഷേ അതൊന്നുമല്ല സത്യം. ഇവരിവിടെ നിൽക്കുന്നതിന് എന്തോ കാരണമുണ്ട്. അതെന്തായിരിക്കും? ജ്യോതി അവിടെ സംശയത്തോടെ നിൽക്കുന്നു. അതുപോലെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ എങ്ങനെ ഒരു ഇച്ഛാധാരിയായ നാഗമായി മാറി? അതുപോലെ ആ അറയിലുണ്ടായിരുന്ന സ്ത്രീ ആരായിരുന്നു? ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. എന്തൊക്കെയോ ഈ വീട്ടിൽ നടക്കുന്നുണ്ട്. ഈ വീടും ഈ വീട്ടുകാരും ബന്ധപ്പെട്ട് എന്തോ കാര്യം നടന്നിട്ടുണ്ട്. അതായിരിക്കണം ആ സ്ത്രീയുടെ ശബ്ദം ഞാൻ ആ അറയിൽ കേട്ടത്. അതെന്തായിരിക്കും? നാളെ കാണൂ വാസുകിയിൽ. രാജശേഖരൻ്റെ അന്ത്യം കുറിക്കാൻ നയനയും സുവർണയും തീരുമാനിക്കുന്നു. കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് വാസുകി. നാളെ രാത്രി 9 മണിക്ക് SHD സ്റ്റുഡിയോസിൽ. മറക്കാതെ കാണുക.